ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതേ നമ്മളെ നാടൻ മീൻ പൊള്ളിച്ചതാണ്. അപ്പം വളരെ ടേസ്റ്റിയാണ്. അതേപോലെ ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. പിന്നെ വലിയ സൈസല്ല എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ടുള്ള മസാലക്കായിട്ട് ഞാനിവിടെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടാലും മതി. 1 സ്പൂണ് സാധാ മുളക് പൊടിയും ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഒരല്പം ഓയിൽ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മസാല നല്ലപോലെ മീനിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം അങ്ങോട്ടേക്ക് ലൂസിലാക്കി കളയരുത്. ഇനി നമുക്കിത് മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്തേക്കും ഒക്കെ നല്ലപോലെ മസാല തേച്ച് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 4 മീനും കൂടെ മസാല തേച്ചെടുക്കാം. 5 മീനിൽ നല്ലപോലെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 10 മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റോളായിട്ടുണ്ട് മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇങ്ങനെ നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാതെ അങ്ങ് മുരിഞ്ഞു പോകണമെന്നില്ല, ഒരു 3/4 വേവായാൽ മതി. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം.
ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് തേങ്ങയാണ്, ഞാൻ ഒന്ന് ഒതുക്കിയെടുത്തതാണ്, ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മളെ പിന്നെ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ മസാലയിൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. തേങ്ങ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരേപോലെ തേങ്ങ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം, അതിന് ശേഷം മസാലയൊക്കെ ഉള്ളത് തുടങ്ങാം. മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത മീനിൻ്റെ വെളിച്ചെണ്ണയാണ്, അതിൽ ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അത് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇത് യാതൊരു നിർബന്ധവും ഈ വെളിച്ചെണ്ണ എടുക്കണമെന്ന്. പിന്നെ ഞാൻ അതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ആ സമയം നമുക്ക് അതിലേക്ക് ഞാനിതാ ഏകദേശം ഒരു 200 ഗ്രാമോളം ചെറിയുള്ളിയും ഒരു 2 പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും കൂടെയുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മസാല നല്ല തിക്കായിട്ടും നല്ല ക്രീമി ആയിട്ടും നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ പുളിക്കനുസരിച്ച് നിങ്ങൾ തക്കാളി വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് നടുക കീറിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയുടെ ചേർക്കുകയാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിനും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. തക്കാളിയും എല്ലാം നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ചതാണ്. ഈ മസാലകളൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിലും നിങ്ങൾക്ക് സാധാ മുളക് പൊടിക്ക് പകരം കുറച്ച് കശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ അത് തീർന്നു പോയതുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു കളറ് വരും നമ്മുടെ മസാലയ്ക്ക്.
ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർക്കുമ്പോൾ മസാലക്ക് ഞാൻ പറയുന്നില്ല, ഈ വറുത്ത തേങ്ങ ചേർക്കുമ്പോൾ മസാലക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. എന്തായാലും ചേർക്കുക. കാരണം അധികം ആൾക്കാരും ചെയ്യുന്നതിൽ ഈ തേങ്ങ വറുത്ത് ചേർക്കാറില്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടി ചേർക്കാനുണ്ട്. അതിപ്പോൾ അല്ല, നമ്മളെ ഇലയിലേക്ക് വെക്കുന്ന മീൻ പൊള്ളിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മളെ മീൻ പൊള്ളിച്ചതിന്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകാക്കി എടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പൊള്ളിക്കാനുള്ളത് നോക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള വായിലൊന്ന് വാട്ടിയെടുക്കാം. ഇതേപോലെ അടുപ്പിൽ ഗ്യാസിൽ വെച്ച് ഒന്നിങ്ങനെ വാട്ടിയെടുക്കാം. നമുക്ക് ഇവിടെ ലുലുന്ന് കിട്ടിയതാണ് വായൻ്റെ ഇല. നിങ്ങൾ നാട്ടിലാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക. ഇനിയിപ്പം വായില ഇല്ലെങ്കിലും പിന്നെ ഫോയിൽ എടുത്താലും മതി. ഇങ്ങനെയാണ് വായൻ്റെ ഇലയിൽ പൊതിയാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വലിയൊരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് ചെറിയൊരു പീസ് കൂടെ വായൻ്റെ ഇല വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ മീനും വായൻ്റെ ഇല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനും കൂടി കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതേപോലെ ചെറിയൊരു പീസ് കൂടെ വെക്കുമ്പോൾ കുറച്ച് മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു മീൻ എടുത്ത് വെക്കാം. ഇനി മീനിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മസാല ചേർത്ത് കൊടുക്കുക. അല്ലാതെ അങ്ങനെ നിറഞ്ഞു കിടക്കണമെന്നൊന്നുമില്ല. കാരണം നല്ലപോലെ മസാല ഇതിലേക്ക് ഇറങ്ങിക്കോളും. നമുക്കതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു പീസ് തക്കാളി വെച്ചെടുക്കാം. പിന്നെ ഞാനൊരു നടുകെ കീറിയ പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാലിൽ ഒന്നുകൂടെ ഒന്നിങ്ങനെ നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഞാൻ അതിന് ഈ വായൻ്റെ നാര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നൂലെടുത്താൽ മതി. സാധാരണ ഞാനിതാ നല്ലപോലെ വായലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. മീനൊക്കെ ഞാൻ നല്ലപോലെ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ച് മീൻ വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് നിങ്ങളൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
തുറക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവിയൊക്കെ ഇതിലേക്ക് പിടിച്ച് തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്